ഹരേ കൃഷ്ണ, നമസ്കാരം. എൻ്റെ ചാനലായ ഹരേ കൃഷ്ണ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് വരെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയുടെ കൂടെ പോയ നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെക്കുറിച്ചായിരുന്നു നമ്മൾ ഇതുവരെ റീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു റീഡിംഗാണ് ഞാൻ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് പോകാൻ കാരണം ആ ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ നിലവിലത്തെ അവസ്ഥ, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഇടയിൽ വന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മളിപ്പോഴും നോക്കാൻ പോകുന്നത്. അതായത് നമുക്കറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേദന ഉണ്ടാക്കുന്ന ഒന്നാണ് നമ്മുടെ ബന്ധത്തിൽ, ഒരു റിലേഷൻഷിപ്പിൽ, അതൊരു വിവാഹബന്ധമായിക്കോട്ടെ, അതൊരു പ്രണയബന്ധമായിക്കോട്ടെ, ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ ഇടപെടൽ, നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ അനാവശ്യ ഇടപെടൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ്. ആ ഒരു ഇടപെടൽ കാരണം നമ്മുടെ ബന്ധം തകരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ മുന്നെയൊക്കെ റീഡ് ചെയ്തത് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയായി വന്ന അവർ സന്തോഷവതിയാണോ അല്ലെങ്കിൽ സന്തോഷവാനാണോ, അതോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയോ എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും ഒരു നിമിഷം ഒരു 5 സെക്കൻഡ് ഒരു ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട്, ഒരു 5 തൊട്ട് 10 മിനിറ്റ് ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് തീർച്ചയായിട്ടും ഒന്ന് ശ്വാസോച്ഛ്വാസം എടുത്തിട്ട് ഫ്രഷ് ആയിട്ടിരുന്ന് പോസിറ്റീവായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ കാണുക. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും, ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചടിപ്പിക്കരുത്. അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഉണ്ടാക്കുന്നതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിനെ ഒരു റീഡിംഗ് ആയിട്ട് തന്നെ കാണുക. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല എന്ന് ഓർക്കുക. നമ്മളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അപ്പം അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെൻഡർലെസ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ കാണുന്നോ നിങ്ങൾ അപ്പോഴീ ഒരു റീഡിംഗ് റെസണേറ്റ് ആവുന്നതാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പം നമുക്ക് നോക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലത്തിയായിട്ട് വന്ന ആ ഒരു തേർഡ് പാർട്ടിയുടെ ഇപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ച് നമുക്ക് നോക്കാം. കുറച്ച് കാർഡുകൾ എടുത്ത് നോക്കാം. അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തി എന്തോ ഒബ്സഷൻ കാരണം പോയതാണ് ഇവരെ തിരക്കി. അതായത് എന്തൊക്കെയോ ഒരു ശാരീരിക സുഖത്തിന് പോയ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവരുമായിട്ടൊരു ഫിസിക്കൽ അട്രാക്ഷനായിട്ട് ഈ ഒരു വ്യക്തി പോയ ബന്ധമായിരിക്കാം ഇത്. നിങ്ങളെ കളഞ്ഞിട്ട് അവരുടെ ശാരീരിക സുഖത്തിന് വേണ്ടി പോയൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ അവസ്ഥ നമുക്ക് നോക്കിയാൽ വളരെ പരിതാപകരമാണ്. നിങ്ങളെ ചതിച്ചതിന് കർമ്മ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക്. അതായത് വിതച്ചതേ കൊയ്യൂ എന്ന് നമ്മൾ പറയും. അവരെന്താണോ വിതച്ചത് അതവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി അവരെ വെറുതെ വിട്ടിട്ടില്ല, അവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നിങ്ങളും വ്യക്തിയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത്രത്തോളം പ്രശ്നമാണ്, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. കർമ്മ എന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പേഴ്സണും ഇടയിൽ വന്നത് ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആവാനുള്ള, ഒരു ഫാമിലി ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവ് ആവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, നിങ്ങൾ അവരെ കണ്ണടച്ച് വിശ്വസിച്ചു, ഒരു അനിയത്തിയെപ്പോലെ സ്നേഹിച്ചു, അല്ലെങ്കിൽ ഒരു അനിയനായി കണ്ടു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്രയ്ക്ക് പ്രാധാന്യം അവർക്ക് കൊടുത്തു. എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റും എന്നൊക്കെയുള്ള ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നു. അതായത് എൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഇന്ന രീതിയിൽ കാണാൻ
അവർക്കൊരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയെ പോലെയാണ് അവർ കാണുമെന്നൊക്കെ വെച്ച് നിങ്ങൾ അവർക്കൊരു പ്രാധാന്യം കൊടുത്തു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? ഈ ഒരു 7 ഓഫ് സോഡ് പറയുന്നത് അവർക്കൊരു സ്വാർത്ഥതയുണ്ടായിരുന്നു. അവർ നിഗൂഢ ലക്ഷ്യങ്ങളുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പക്ഷേ എന്താണിപ്പോൾ അവരുടെ അവസ്ഥ? ആ ഒരു സ്വാർത്ഥത ലക്ഷ്യമായിട്ട് വന്നെങ്കിലും അവരുടെ കള്ളത്തരങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർക്ക് ഇപ്പോൾ അവരുടെ കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുമായി മാത്രമല്ല ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി. അവരൊരുപാട് വ്യക്തികളുമായിട്ട്, അതാണ് ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ, നോക്കിയാൽ അറിയാൻ പറ്റും. അവരൊരുപാട് വ്യക്തികളുമായി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണ്. മൂൺ കാർഡ് വന്നിരിക്കുന്ന ആണ്ടല്ലേ. അപ്പോൾ അവരുടെ പല കള്ളത്തരങ്ങളും വെളിയിൽ വരുന്നുണ്ട്. അവർക്ക് പേടിയുണ്ട് കേട്ടോ. ഇപ്പം അവർ അഗാധമായ പേടിയിലൂടെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇവർക്കൊന്നിലധികം ബന്ധങ്ങൾ ഉണ്ടായതായിട്ട് പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാകുന്നുണ്ട് ഇവരൊരു മോശം വ്യക്തിയാണ്, ഇവർ ഒരേ സമയം പലരുമായി ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവ ഗുണത്തെ പറ്റിയൊക്കെ അവർക്കിപ്പോൾ സംശയമുണ്ട്. മുൻപ് അവരുടെ ലുക്കൊക്കെ കണ്ട് വന്നതാണ്. പക്ഷേ ഇപ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് പേടിയുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ സന്തോഷവതിയാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഞാൻ പറയാം ഒട്ടുമല്ല. കാര്യം കർമ്മ എന്നത് അത്രത്തോളം പ്രാധാന്യമാണ്. കാര്യം നിങ്ങളുടെ കൂടെ നിന്ന് ചതിച്ച വ്യക്തിയാണ് തേർഡ് പാർട്ടി. നിങ്ങളെ അത്രത്തോളം വഞ്ചിച്ച ഒരു വ്യക്തിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിയായ ഭീതിയുണ്ട്. അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ അവർ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയോടും കാണിച്ചിട്ടുണ്ട്. അവരും ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാവാം. അവരോടും അവരൊരു നീതി പുലർത്തിയില്ല എന്നാണ് കാണിക്കുന്നത്. ഇതൊരു പ്രണയിക്കുന്നവരാവാം അല്ലെങ്കിൽ വിവാഹം കഴിച്ചവരാവാം. ആർക്കും റെസണേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണിത് തീർച്ചയായിട്ടും. അപ്പം അവരിപ്പോൾ ഉള്ള സാഹചര്യം ഏത് വ്യക്തിയോടാണോ ഉള്ളത് ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ അവരെ ഇഷ്ടമല്ല. കാര്യം അവരുടെ സ്വഭാവത്തിൽ അവർക്കൊരു സംശയമുണ്ട് കൂടെ താമസിക്കുന്ന വ്യക്തിക്ക്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇവിടെ ഒരു 3 ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. 3 ഓഫ് സോഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം അവരെ വെറുതെ വിട്ടിട്ടില്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് അവരെ വെറുതെ വിടുന്നില്ല. അതായത് അവർക്ക് പഴയ വേദനകൾ അവരെ വേട്ടയാടുന്നു എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് അവർ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിന് ഇടയിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിലും പ്രശ്നമുണ്ടാക്കി, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇടയിലൊക്കെ പ്രശ്നമുണ്ടാക്കിയ വ്യക്തി, ആ ഒരു വ്യക്തിക്ക് ഇപ്പോഴെന്താണ് അവരുണ്ടാക്കിയ അതുപോലെയുള്ള മുറിവുകൾ അവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും അവരാണ് നാണം കെട്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതായത് ആ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വ്യക്തി പോയപ്പോൾ നിങ്ങൾ തകർന്നു പോയി കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ജീവിതം ഒക്കെ ഈ ഒരു ലോകമെല്ലാം നിങ്ങളുടെ പേഴ്സണായിരുന്നു. അതിൻ്റെ ഇടയിലേക്കാണ് ഈ ഒരു മൂന്നാമത്തെ വ്യക്തി വന്നത്. അപ്പോൾ ഇപ്പോഴെന്താണ് അവർക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച അതേ മാനസിക പ്രയാസം തന്നെ നിങ്ങളുടെ വ്യക്തിയും അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയും അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയല്ല, ഈ ഒരു തേർഡ് പാർട്ടി അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച അതേ വേദന അല്ലെങ്കിൽ അതേ മുറിവുകൾ ഇവരതിൻ്റെ 10 മടങ്ങ് അതേന്നും ഇതല്ല, അതിൻ്റെയൊക്കെ 10 ഇരട്ടിയിൽ ഇവരനുഭവിക്കുന്നുണ്ട്. കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഇവരെ വേണ്ട. അതുപോലെ തന്നെ അവർക്ക് കുറ്റബോധമുണ്ട്, പക്ഷെ ഒന്നും പറയാനും പറ്റില്ല. പിന്നെ അവർക്ക് കുറ്റബോധം
ചില വിഭാഗത്തിന് കുറ്റബോധമുണ്ട്, ഒരു 90% കുറ്റബോധം ഇല്ലാത്ത ആൾക്കാരാണ്. അവരുടെ പരിപാടി ഇതാണ്, ഒരു കുടുംബം ഇല്ലായ്മ ചെയ്യുക. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ്. അതുകൊണ്ട് കർമ്മ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊരു മനസമാധാനവും നിലവിലത്തെ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു ജീവിതത്തിൽ ലഭിക്കുന്നില്ല. കാര്യം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നുണ്ട് ഇവരൊരു മോശം വ്യക്തിയാണ്, ഒരുപാട് കാപട്യം നിറഞ്ഞൊരു വ്യക്തിയാണെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ അവസ്ഥ. അവർ തീർന്നു. അവർ മാനസികമായി കടുത്ത മാനസിക വേദനയിലൂടെയാണ് തേർഡ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് 10 ഓഫ് സോർഡ് സൂചിപ്പിക്കുന്നത്. ഒരു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും, ഞാൻ നേരത്തെ റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ലീവിങ് ഡെത്ത് പോലെ. ഒന്നും വേണ്ട നിങ്ങളുടെ തേർഡ് പാർട്ടി ആ ഒരു വ്യക്തിക്ക്. ഇപ്പം ഒരു മനസമാധാനവും ഇല്ല, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു വ്യക്തിക്ക്. ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റുന്നില്ല സമാധാനമായിട്ട്. നിങ്ങളോട് ചെയ്തു കൊടുത്ത് കുറ്റബോധം, അങ്ങനെയല്ല, കുറ്റബോധത്തിനേക്കാളും കൂടുതൽ അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ആ ഒരു ബന്ധത്തിലില്ല എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബന്ധം എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഒരു ബന്ധം എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒരു 5 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയെ ഇവർ കൂട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടിയാവാം. തട്ടിയെടുത്തതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിരതയ്ക്കാവാം, അല്ലെങ്കിൽ സാമൂഹ്യപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്കാവാം. ഇവിടെ എന്ത് പറഞ്ഞാലും ഇവരെ കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കാം നല്ല രീതിയിൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയത്. പക്ഷേ ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ സാമൂഹികമായോ വലിയ തിരിച്ചടി ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരാഗ്രഹിച്ച എന്നും ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ്. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി ഇവരൊരു കള്ളിയാണ്, അല്ലെങ്കിൽ ഇവനൊരു കള്ളനാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരാഗ്രഹിച്ച പോലെ ഈ ഒരു ബന്ധത്തിൽ അവർക്ക് ഒരു സുരക്ഷിതത്വവും കിട്ടുന്നില്ല. അത് അവനാകാം, അവളാവാം. ജെൻഡർലെസ് റീഡിംഗ് ആണ് കേട്ടോ. അതുപോലെ അവർ കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് തേർഡ് പാർട്ടി പോകുന്നത്. അത് കടുത്ത മാനസിക സമ്മർദ്ദങ്ങളിലൂടെ, അതായത് മാനസികമായ ഒറ്റപ്പെടലും സമാധാനമില്ലായ്മയുമാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു 10 ഓഫ് സോർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു അവരുടെ ലൈഫ് ഓൾമോസ്റ്റ് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം അവർ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ കർമ്മ എന്നത് തീർച്ചയായിട്ടും ഹിറ്റ് ബാക്ക് എന്നൊക്കെ പറയത്തില്ലേ, തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. അപ്പം അങ്ങനെ ഒരു ഇതാണ്. അതായത് നിങ്ങൾ ചോദിക്കും ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടും ഹാപ്പിയല്ല. നമുക്ക് നോക്കാം, ഓരോ കാർഡും എടുത്ത് അനലൈസ് ചെയ്യാം. ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമങ്ങൾക്ക്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഡ്. നിങ്ങൾ അനുഭവിച്ച ആ മാനസിക വേദനകൾക്കും കഷ്ടതകൾക്കും കാലം മറുപടി നൽകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു കാർഡ് വ്യക്തമാക്കുന്നത്. കർമ്മ എന്നത് എന്താണ്? ഒരു ബൂമറാങ് ആണെന്ന് നമ്മൾ പറയും. കർമ്മ തിരിച്ചടിക്കുന്നുണ്ട്. അവർക്ക് കിട്ടേണ്ടത് പ്രകൃതി തന്നെ കൊടുക്കുന്നുണ്ട്. അതായത് അവരെന്താണോ വിതച്ചത് അതാണിപ്പോൾ അവർ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ തുടക്കത്തിൽ ചോദിച്ചു തേർഡ് പാർട്ടി റിലേഷനിലേക്ക് പോയൊരു വ്യക്തിയുടെ തേർഡ് പാർട്ടിയുടെ അവസ്ഥയാണ്. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിലും വന്ന ആ ഒരു തേർഡ് പാർട്ടി ഹാപ്പി ആണോ എന്നാണ് നമ്മൾ നോക്കിയത്. ഹാപ്പി പോയിട്ട് എന്താണ്, ഒരു നിമിഷം സമാധാനമായിട്ട് ഉറങ്ങാൻ അവർക്ക് പറ്റുന്നില്ല. ഇപ്പം തേർഡ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയ ഒരു തേർഡ് പാർട്ടി ഒട്ടും ഹാപ്പിയല്ല. അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ്. അവർക്ക് ജീവിക്കണമെന്ന് പോലും ഇപ്പോൾ ഒരു താല്പര്യമില്ലാത്ത വ്യക്തികളായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുറ്റബോധമൊന്നും ഇവിടെ ഇല്ല. കാര്യം ഇതുപോലെയുള്ള തേർഡ് പാർട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തൊഴിലുമായിട്ട് നടക്കുന്നവരാണ്.
അതായത് കുടുംബം നശിപ്പിക്കുക, നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതാണ് ഇവരുടെയൊക്കെ പ്രധാന ഹോബി. അപ്പം ഇവറ്റകൾക്കൊന്നും ഒരു കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറ്റബോധമില്ല. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ റീഡിംഗ് ആയിരുന്നു. അപ്പം നിങ്ങളുടെ ഇടയിൽ വന്ന ആ ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എന്തുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്ന് ഞാൻ ഇച്ചിരി മുമ്പേ ഒരു റീഡിംഗ് ഇട്ടായിരുന്നു രാവിലെ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാൻ കാര്യം. അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ നല്ല രീതിയിൽ സംശയമുണ്ട്. അവരെല്ലാം വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുകയാണ്. അത് നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിയിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ പലരുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ അവരുണ്ടാക്കിയ ആ ഒരു മാനസികമായും ഫിസിക്കലി മെൻ്റലി നിങ്ങൾക്കുണ്ടാക്കിയ ആ ഒരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു തിരിച്ചടി തേർഡ് പാർട്ടിക്ക് ലഭിക്കുന്നുണ്ട്. കർമ്മ അനുഭവിക്കുന്നവരെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റീഡിംഗ് ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു റീഡിങ്ങിൽ കാണുന്നിടം വരെ നന്ദി.